ലോകത്തിലേക്ക് തന്നെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെടുന്നതും വിറ്റുപോകുന്നതുമായ ഫ്രൂട്ട്സിലൊന്നാണ് ഈ കാണുന്നത്, ഈ നിറച്ചുണ്ടായി കിടക്കുന്നത് ഓറഞ്ചസ്. പഴം, ആപ്പിൾ ഇത് രണ്ടും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ സ്ഥാനം ഓറഞ്ചിന് തന്നെയാണ്. സിട്രസ് ഫ്രൂട്ട്സിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതിൻ്റെ അകത്ത് തന്നെ മെയിൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് മുസാമ്പി, ലൈം, പിന്നെ ഓറഞ്ചസ്. അപ്പോൾ സിട്രസ് ഫ്രൂട്ട്സിൽ തന്നെ ലോകത്തിൻ്റെ തന്നെ ഏറ്റവും ഫേവറേറ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടോട്ടൽ പഴങ്ങളിൽ തന്നെ മൂന്നാമനായ ഈ ഓറഞ്ച് തന്നെയാണ്. നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ വൺ ഓഫ് ദ മനുഷ്യൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട്സ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു നേറ്റീവ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് അറിയത്തില്ല. അത് ചൈന, ഇന്ത്യ, സൗത്തേൺ ഏഷ്യ ആണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഓറഞ്ചിന് തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഇതേത് വെറൈറ്റി ആണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയത്തില്ല. അപ്പോൾ നാരകത്തിൻ്റെ ഒക്കെ ഷേപ്പിലുള്ള ഇലകളാണ് ഇതിന് ഉള്ളത്. പക്ഷേ ഇതിൻ്റെ ബ്രാഞ്ചസിലും കാര്യങ്ങളിലുമായിട്ട് മുള്ളുകളൊന്നുമില്ല. ഓറഞ്ചിൻ്റെ വെറൈറ്റീസ് മെയിനായിട്ട് 3 തരത്തിൽ തിരിക്കാം. ഒന്ന് സ്വീറ്റ് ഓറഞ്ച്, പിന്നെ ഒന്ന് ബിറ്റർ ഓറഞ്ച്, പിന്നെ ഒന്ന് മാൻഡറിൻ ഓറഞ്ച്. അതിൽ സ്വീറ്റ് ഓറഞ്ചിൽ തന്നെ നെയ്വൽ, വാലൻസിയ, കരക്കര, ബ്ലഡ് ഓറഞ്ച്. ബിറ്റർ ഓറഞ്ച് ഞാൻ കണ്ടിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. പിന്നെ ഉള്ളത് മാൻഡറിൻ ഓറഞ്ചാണ്. അത് നമ്മുടെ ചൈനീസ് ഓറഞ്ച് തന്നെയാണ്. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പഴുത്ത് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഒരു മഞ്ഞ കളറൊക്കെ മാറി ഒരു ഓറഞ്ച് കളറിലേക്ക് എത്തുന്നതുകൊണ്ടാണ് ഇതൊരു മുസാമ്പി അല്ല, ഓറഞ്ച് ആണെന്ന് തന്നെ നമ്മൾ കൺഫേം ചെയ്തത്. ഓറഞ്ചിൽ തന്നെ ഏത് വെറൈറ്റിയാണ്, ഏത് സ്പീഷീസ് ആണെന്നുള്ളത് നമ്മൾ ഇതേവരെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. പക്ഷേ ഓറഞ്ചസ് റുട്ടേസിയ ഫാമിലിയിലെ സിട്രസ് എന്ന ജനസിൽപ്പെട്ടതാണ്. അപ്പോൾ ഈ ഓറഞ്ചിൻ്റെ ഒക്കെ നേറ്റീവിനെ കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു. ഇനി ഒരു ഓറഞ്ച് എന്ന പേരിൻ്റെ ഒരു ഉത്ഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഫ്രഞ്ച് വേർഡായ പോമേഡി ഓറഞ്ച് എന്ന വേർഡിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണെന്നാണ് വിശ്വാസം. ഈ പോമേഡി ഓറഞ്ച് അറബ് വേർഡായ നാരഞ്ചിൽ നിന്നും നാരഞ്ച എന്ന സാൻസ്ക്രിറ്റ് വേർഡിൽ നിന്നും വന്നതാണെന്നാണ് പറയപ്പെടുന്നത്. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ നാരങ്ങ തന്നെയാണ് ഓറഞ്ച്. ഇതിനൊരു വൈഡ് റേഞ്ച് ഓഫ് യൂസേജ് തന്നെയുണ്ട്. ഫ്രഷ് ആയിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യും, ജ്യൂസ് അടിച്ച് കുടിക്കും, പിന്നെ കുക്കിങ്ങിൽ യൂസ് ചെയ്യും, ആൻഡീസിലൊക്കെ ഫ്ലേവറിങ്ങിന് യൂസ് ചെയ്യും, പിന്നെ പ്രിസർവേറ്റീവ്സിനൊക്കെ യൂസ് ചെയ്യും. ഇതൊക്കെ കൂടാതെ ഇതിൻ്റെ ഒരു ഫ്ലേവർഫുൾ അരോമ കാരണം ഇത് പെർഫ്യൂംസിലും അരോമ തെറാപ്പിക്കൊക്കെ യൂസ് ചെയ്യും. ഇത് കേരളത്തിൽ എറണാകുളം സൈഡിൽ ചൂടുള്ള പ്രദേശത്ത് ഉണ്ടായത് കാരണം തന്നെ ഇതിൻ്റെ ഒരു ടെക്സ്ചർ എങ്ങനെയാണെന്ന് നമുക്കിനി ഒന്ന് പൊളിച്ചു നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത്. അപ്പോൾ അത്യാവശ്യം ഓറഞ്ച് പോലെ തന്നെ പൊളിഞ്ഞു പോരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് വലിയ ഓറഞ്ച് കളറിലുള്ള അല്ലികളൊന്നും അല്ല. പുറത്തേക്ക് നല്ല ഓറഞ്ച് കളറിലുള്ള സ്കിന്നൊക്കെ ഓറഞ്ച് കളേഴ്സിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിൻ്റെ ടേസ്റ്റ് വൈസ് ഒന്ന് നോക്കാം. ഒരു ചെറിയൊരു കഷ്ണം എടുത്തിട്ട് ടേസ്റ്റ് വൈസ് ഒന്ന് നോക്കാം. ടേസ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ അല്ലികൾക്ക് സാധാരണ ഓറഞ്ചിനേക്കായും കട്ടി കൂടുതലാണ്. കുറച്ചൊരു ബബ്ലൂസ് നാരങ്ങയായിട്ട് ഒരു കട്ടി പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പ്രിഡോമിനൻ്റ്ലി മധുരമാണ്, വലിയ പുളിയൊന്നുമില്ല. പുളി ലൈറ്റായിട്ടാണുള്ളൂ. അതായത് ഓറഞ്ചിൻ്റെ തന്നെ ടേസ്റ്റിന് ഈക്വലായിട്ട് ഏകദേശം വരും. പക്ഷേ ടെക്സ്ചർ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ ടെക്സ്ചറും പിന്നെ ഈ കളറിൻ്റെ വ്യത്യാസമൊക്കെ കുറച്ചും കൂടെ വാമായിട്ടുള്ള ക്ലൈമറ്റിലും പിന്നെ സോയിലിൻ്റെ ഡിഫറൻസസും ഒക്കെ കാരണമായിട്ട് ആയിരിക്കണം ഇതിങ്ങനെ വന്നേക്കുന്നത്. മൊത്തത്തിൽ ഒരു ഓറഞ്ചും മുസാമ്പിയുടെ ഒരു ഹൈബ്രിഡ് പോലെയുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് കഴിച്ച് നോക്കി. ഇനി ഇതൊന്ന് ജ്യൂസ് അടിച്ച് നോക്കാം. ജ്യൂസ് അടിച്ച് കഴിയുമ്പോഴേക്കും എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പിഴിയാനായിട്ട് വലിയ കട്ടിയൊന്നും ഉണ്ടായില്ല, പെട്ടെന്ന് പിഴിഞ്ഞ് പോകുന്നു. അതുപോലെ തന്നെ നല്ല ഫുള്ളായിട്ട് പിഴിഞ്ഞ് എടുക്കാൻ പറ്റി. അതുപോലെ തന്നെ നമ്മൾ ട്രഡീഷണൽ രീതിയിലാണ് നമ്മൾ ഇത് പിഴിഞ്ഞെടുത്തേക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ പിഴിഞ്ഞിട്ട് എടുത്തേക്കുന്ന ജ്യൂസ്. നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല, പഞ്ചസാരയും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു കളർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, ഒരു മുസാമ്പിയുടെ കളറിങ് ആണുള്ളത്, ഒരു മഞ്ഞ കളറിങ് ആണുള്ളത്. ഓറഞ്ചിൻ്റെ കളറിലേക്ക് ഇത് വന്നിട്ടില്ല. ഇനി നമുക്ക് ഒന്ന് കുടിച്ച് നോക്കാം. പഞ്ചസാര ഇടാതെ തന്നെ അത്യാവശ്യം മധുരമുണ്ട്, പുളി കുറവാണ്. ഒരു മുസാമ്പിയുടെയും ഒരു ഓറഞ്ചിൻ്റെയും ഒരു കലർന്ന ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത്. സംഭവം നല്ല ജ്യൂസിയാണ്, വെറുതെ കഴിക്കാനും അതുപോലെ തന്നെ ജ്യൂസ് അടിക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ള ഐറ്റം തന്നെയാണിത്. അപ്പം നിങ്ങൾക്ക് വീട്ടിൽ ഇങ്ങനെയൊരു പ്ലാന്റ് നട്ടു വളർത്തുന്ന താല്പര്യം ഉണ്ട് എങ്കിൽ മരുന്നൊന്നും അടിക്കാത്ത ഫ്രഷ് ആയിട്ടുള്ള സാധനം കഴിക്കാം. അതുപോലെ തന്നെ വലിയ കളറും സംഭവങ്ങളൊന്നും ഉണ്ടാവത്തില്ല. മറ്റൊരു ഓറഞ്ചിൻ്റെ അത്രയും ടേസ്റ്റും ഉണ്ടാവത്തില്ല. എന്ന് വെച്ചാൽ തണുപ്പുള്ള ഏരിയാസിൽ ഉണ്ടാകുന്ന ഓറഞ്ചിൻ്റെ അത്രയും ടേസ്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല. പക്ഷേ എന്നാലും ഇത് ഫ്രഷാണ്, ഇത് മരുന്നും അടിക്കാത്തതാണെന്ന് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും. ഇപ്പോൾ ഫോളേറ്റ് കണ്ടൻറ്റ് ഒക്കെ ഉള്ള കാരണം പ്രഗ്നൻസിക്കൊക്കെ നല്ല ഫ്രൂട്ടാണിത്. അതായത് സെൽ ഗ്രോത്തും മെറ്റബോളിസും ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ നല്ലതാണ്. പിന്നെ ഇതിലുള്ള പൊട്ടാഷ്യം കണ്ടൻറ്റ് ഹാർട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും ബ്ലഡ് പ്രഷർ നോർമലൈസ് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇതിൻ്റെ അകത്തുള്ള റിച്ച് വൈറ്റമിൻ സി കണ്ടൻറ്റ് സ്കിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും ഇൻഫ്ലമേഷൻസും ഒക്കെ കുറയ്ക്കാനുള്ള ആൻറ്റി ഓക്സിഡൻസും ഉണ്ട്, പിന്നെ ഫൈബേഴ്സും ഉണ്ട്. ഫൈബേഴ്സ് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഡൈജസ്റ്റീവ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും പിന്നെ ഒരു കൊളസ്ട്രോൾ കണ്ടൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെയാണ് സഹായിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.